ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കോൺഗ്രസ് യോഗത്തിൽ വിമർശനം. മലപ്പുറത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കുഞ്ഞാലിക്കുട്ടി അവഗണിക്കുന്നുവെന്നാണ് വിമർശനം. ഒരു കാര്യത്തിന് കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചന നടത്തുന്നില്ല, ഇടനിലക്കാരില്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ ബന്ധപ്പെടാനാകുന്നില്ല എന്ന വിമർശനം ഉയർന്നു. സോണൽ കൃഷ്ണയാണ് ചെയ്തത്. സോണൽ, എന്താണ് വിമർശനത്തിന് ആധാരം? യോഗത്തിലാണ് പ്രധാനമായി ഈ വിഷയം പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിട്ടുള്ളത്. മലപ്പുറത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ വിമർശനം ഉയർന്നിട്ടുള്ളത്. അതിൽ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കുഞ്ഞാലിക്കുട്ടി പുല്ലുവില കൽപ്പിക്കാതെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതോടൊപ്പം തന്നെ ഒരു കാര്യത്തിലും കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചന നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇടനിലക്കാരില്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ കോൺഗ്രസ്സുകാർക്കുള്ളത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയർത്തുന്നു. എന്തായാലും വികസന ഫണ്ടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ UDF-ൽ ആലോചനകൾ നടക്കുന്നില്ല. പൊതുപരിപാടികളിലൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് അവഗണന മാത്രമാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വിനീത, ശരി, അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹം പരിശോധിക്കുമെന്ന് നമുക്ക് കരുതാം. അതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും കരുതാം. കോൺഗ്രസ് യോഗത്തിലെ ഒരു വിമർശനമാണ് സോണൽ കൃഷ്ണ റിപ്പോർട്ട് ചെയ്തത്.